ഇതൊരു പ്രസാദമാണ്. പ്രസാദം എവിടുത്തെ അറിയോ? കൊട്ടിയൂരത്തെ. ഇവിടുത്തെ അച്ഛയും ആദ്യത്തെ വല്യമ്മയും വല്യച്ഛ എല്ലാരും കൂടി കൊട്ടിയൂരിൽ പോയിന്നേ. അപ്പൊ ഒരു കൊണ്ടുവന്ന പ്രസാദമാണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കി ഇതിൽ എന്തൊക്കെയുള്ളതെന്നുള്ളേ. ആഹാ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് അരവണ പായസം ആയിരിക്കും. ഇതാ പൊരിമിൽ ഇത്തിരി പോയിട്ട് ഞാൻ തിന്നട്ടെ. നുറുക്കുണ്ട്, വേറൊരു തരം നുറുക്കുണ്ട്. പണ്ട് കാലത്തുള്ള 6ാം നമ്പർ എന്നൊക്കെ പറയട്ടോ, തന്നെയാണോ നിങ്ങളൊക്കെ പറയല്? അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ വേറൊരു മധുരമുള്ള കൊള്ളിണ്ട്. ഇത് മധുരമുള്ളതെന്ന് പറയാൻ കാരണം അതിൽ പഞ്ചസാരേന്റെ ആ സംഭവം അങ്ങനെ കാണുന്നുണ്ട്. ഇത് ശർക്കരേന്റെ ആണോ എന്താ അറിയില്ല, നമുക്ക് തിന്നാം. വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇത് മധുരോ എരിവോ എന്താണാവും. ഹൽവക്കുട്ടികൾ ഉണ്ട് കേട്ടോ. പിന്നെ പൊരി ഉണ്ട്. പിന്നെ ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ലേ, അരവണ പായസം. നല്ല തേൻ പോലെ ഒഴുകി നിൽക്കണ അരവണ പായസം. പ്രസാദമാകുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് അരവണ പായസം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു നുറുക്ക് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ച് അതും ചേർത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ സംഭവം അതും വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കിട്ടാവുന്നിടത്തോളൊക്കെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു കളറുള്ളത് കൂടി ഉണ്ട് കേട്ടോ, പച്ച കളറുള്ളതുണ്ട്. അതും ഞാൻ പൊട്ടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഉള്ളതൊക്കെ പട വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രസം. നിങ്ങളെല്ലാവരും ഇതേപോലെ പ്രസാദം എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് കഴിക്കലുണ്ടോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊട്ടിയൂര് അവിടുത്തെ പ്രസാദമാണ്. അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇനി വേറെ എന്തെങ്കിലും പ്രസാദം കിട്ടുമോ, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഇതുവരെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ടില്ല. എപ്പോഴെങ്കിലും പറ്റുമ്പോൾ എനിക്ക് പോകാൻ നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കട്ടെ. ചേട്ടാ.